2.5 വയസ്സുകാരിയുടെ കൊല നടന്ന വീടാണ് ഈ കാണുന്നത്. അതിന് തൊട്ട് എതിർവശത്തൊരു തയ്യക്കടയുണ്ട്. ആ തയ്യക്കടയിൽ സ്ഥിരമായി ആ കുഞ്ഞിന് തുണി തയ്ച്ചു കൊടുക്കുന്നത് ഈ ചേച്ചിയാണ്. ഇപ്പോൾ അവസാനമായി ആ തുണി ഒന്ന് കാണിക്കാമോ? ആ കുഞ്ഞു മോൾക്ക് വേണ്ടി ചേച്ചി തയ്ച്ചു വെച്ചിരുന്ന പാവാടയാണ് ഈ കാണുന്നത്. ഇത് ഇടാനോ പുതിയ വസ്ത്രമൊക്കെ ഇട്ട് ഇതുവഴി ഓടിക്കളിക്കാൻ ഏതായാലും ഇനി അവളില്ല. ഇപ്പോൾ ഈ കുഞ്ഞിൻ്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് ഹരികുമാറിനെ മാത്രമാണ് പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഒരിക്കലും പറ്റില്ല, അതങ്ങനെ ചെയ്യാൻ പറ്റില്ല. അമ്മയുടെ ഉള്ളും അമ്മുമ്മയുടെ ഉള്ളും ഉണ്ട്. അവർ ഇങ്ങനെ എന്തിനാണ് അഭിനയിച്ച നാട്ടുകാരെ കാണിച്ചതെന്ന് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഇപ്പം അവസാനത്തെ വാർത്തയിൽ പോലും എനിക്ക് പക്ഷേ എനിക്ക് കൊച്ചിൻ്റെ കള്ളത്തനം എനിക്ക് ഒരു 2-3 മാസത്തേക്ക് മുമ്പേ എനിക്കത് നല്ലതായിട്ട് അതെല്ലാം എൻ്റെ കണ്ണിലൊന്നും കാണിച്ചു തന്നില്ല. പക്ഷേ എനിക്കത് വ്യക്തമായി. എൻ്റെ ഫോൺ എടുത്തിട്ട് തന്നെ എൻ്റെ ഫോൺ എടുത്തിട്ട് എൻ്റെ ഫോണിൽ നിന്ന് അതിൻ്റെ ഫോണിലോട്ട് എടുത്തിട്ട് അപ്പോൾ ഞാൻ അപ്പോഴേ എന്നെ പിടിച്ച് വാങ്ങുകയും ചെയ്തു എൻ്റെ ഫോണിന്. എന്നിട്ട് മൊത്തം കള്ളത്തനേ പറയുള്ളൂ. ഇപ്പം പറയുന്ന കാര്യം കുറച്ച് കഴിഞ്ഞ് പറയില്ല. എൻ്റെ കൂട്ടത്തിൽ ലോണൊക്കെ ഉണ്ട്. ഞാനല്ല ചോദിച്ച് വാങ്ങുന്നത്, കളക്ഷൻ വരുന്ന സാറാണ്. വേറെ ഒന്നും പറഞ്ഞല്ല വാങ്ങുന്നത്. ചോദിക്കുമ്പോൾ കൊടുക്കുകയും ചെയ്യും. അല്ലാതെ ആ കരിക്കും വേറെ ഒരു കുഴപ്പമുള്ളതായിട്ട് തോന്നല്ല. കൊച്ചുങ്ങളെ ഒന്ന് ഉപദ്രവിക്കണം ഞാൻ ഇന്ന് വരെ കണ്ടിട്ടില്ല. പിന്നെ ഇതെന്തിനാണ് കൊച്ചുങ്ങളെ ഉപദ്രവിച്ചാൽ കരയണ്ടേ കൊച്ചുങ്ങൾ? ഇപ്പോൾ കരച്ചിൽ വരുമല്ലോ, പക്ഷേ അവർ കരയുന്നതെന്ന് ഞങ്ങൾ കേട്ടിട്ടില്ല. എൻ്റെ ഭർത്താവിൻ്റെയിലാണ് കൂടുതലും കൊണ്ട് കൊടുക്കുന്നത്. പ്രസവിച്ച സമയത്ത് നെഞ്ചോടെ ഇങ്ങനെ വെച്ച് കൊടുത്തിട്ടാണ് അവർ പോണത്. ഭർത്താവ് കുഞ്ഞുങ്ങളെയൊന്നും എടുക്കണേയില്ല. പക്ഷേ ആദ്യമായിട്ടാണ് ഈ കുഞ്ഞിനെ അവർ കൊണ്ടുവച്ച് കൊടുക്കാൻ പറ്റുന്നുണ്ട്. പിന്നെ ഞങ്ങൾ നെയ്യാറ്റിൻകരയിൽ എൻ്റെ മോളെ വിളിക്കാൻ പോകുമ്പോഴും കുഞ്ഞായിരിക്കും 4 മാസമൊക്കെ ആയിരുന്നപ്പോഴും തന്നു വിടുമായിരുന്നു. നെയ്യാറ്റിൻകര വരെ കൊണ്ടുപോയി മോളെയും വിളിച്ചും കൊണ്ടുവരുന്നവരെ 2-3 പ്രാവശ്യം അങ്ങനെ തന്നു വിട്ടിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ ഈ നടക്കുന്ന പ്രായത്തിൽ ഈ റോഡിൽ കയറുമെന്നുള്ള ഒരു ഭയം കൊണ്ട് അങ്ങനെ തരൂല. ഇങ്ങനെ ഒറ്റയ്ക്കായിട്ട് വിടൂല. അവർ വരുമ്പം കൂടെ കൊണ്ടുവരും. അമ്മമ്മേരെ കൂട്ടത്തായാലും. ചേച്ചിയാണോ കുഞ്ഞിന് തുണി തയ്ച്ചു? ഞാൻ അങ്ങനെ തയ്ച്ചു കൊടുക്കുന്നില്ല. എൻ്റെ ബാലൻസ് തുണി വരണമെങ്കിൽ എൻ്റെ അടുത്ത് വന്ന് പറയും. കുഞ്ഞെന്നേ ഉള്ളവർക്ക് എല്ലാം അറിയാം. ഇറക്കമുള്ള പാവാട കാണും. അപ്പോൾ ഇങ്ങനെ പറയുമ്പം മനുഷ്യത്തുള്ള ആർക്കായാലും അത് ചില സമയങ്ങളിൽ ഞാൻ എപ്പോഴും തന്നെ തയ്ച്ച് കൊടുക്കും. കാല് അറ്റം വരെയുള്ളത് അത്രയും വേണം. അങ്ങനെ കാണിച്ചു തരും, കൈവച്ച് കാണിച്ചു തരും. അത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇട്ടിട്ട് അവിടെ നിന്ന് എന്നെ കാണിക്കുകയും ചെയ്യും. ഇതെന്താ തയ്ച്ചു വെച്ചിട്ട് കൊടുക്കാൻ പറ്റില്ല? ബ്ലൗസ് ഇതിൽ ഒരു പച്ച, അതായത് എൻ്റെ മോക്കെടുത്ത തുണിയുടെ ബാലൻസാണ്. അപ്പോൾ അതിലൊരു പച്ച ബ്ലൗസിൻ്റെ, ആ മോക്കുള്ള ബ്ലൗസ് പച്ചയാണ്. അപ്പോൾ അത് എടുക്കാൻ അല്ലെ ആർക്കെങ്കിലും വരുമ്പോൾ അതിൻ്റെ ബാലൻസ് വരുമെന്ന് ചിന്തിച്ച് മാറ്റി വെച്ചതാണ്. ഈ ശ്രീധുവിന് ഈ ഒരു കൊലപാതകവുമായി ബന്ധപ്പെട്ട് പങ്കുണ്ട് എന്ന് വിശ്വസിക്കുന്നു. പങ്കുണ്ട്. ആ കുട്ടിക്ക് പങ്കുണ്ട്. അത് എന്താണ് പിന്നെ എനിക്കറിഞ്ഞുകൂടാ. പങ്കില്ലാതെ ഒരിക്കലും ആവില്ല. പങ്കുണ്ട്. അവർക്ക് മൊത്തത്തിൽ എല്ലാവർക്കും അതിൻ്റെ പങ്കുണ്ട്. ഈ വാർത്ത കേട്ടപ്പം പ്രത്യേകിച്ചും എന്നും നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന കുഞ്ഞാണ്, ഇങ്ങനെ പാവാട തുന്നി കൊടുക്കുന്ന കുഞ്ഞാണ്. അപ്പം ഇല്ല എന്ന് തോന്നിയപ്പോൾ എന്താ മനസ്സിലായി? ഇല്ല എന്ന് തോന്നുന്നത് അവരെങ്ങനെയാണ് ഇങ്ങനെ ഇരിക്കണേന്ന് എനിക്ക് അറിയാൻ പറ്റില്ല. ഞാൻ ഇന്നലെ ഒരു ശകലം പോലും ഉറങ്ങിയിട്ടില്ല. എന്നെ ഒരു 4 ദിവസം ആവുകയുള്ളൂ. ഞാൻ ഇവിടെ ചീര നട്ടിട്ടുണ്ട്. നമുക്ക് വസ്തുക്കളൊന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ അതിലാണല്ലോ, ബോട്ട്സിലാണ് നട്ടു ചെയ്യുന്നത്. അപ്പോൾ വെള്ളം ഒഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എന്നെ ഇവിടെ വന്ന് അതായത് ഇന്നലത്തേന് മുന്നേ 4 ദിവസത്തേക്ക് മുന്നേ എന്നെ ഒന്ന് ഷീജ എന്നേ വിളിക്കുള്ളൂ. എന്നെ പേര് പറഞ്ഞേ വിളിക്കുള്ളൂ. ഇവർക്കവരുടെ അടുത്തൊക്കെ ചോദിച്ചാൽ അറിയാം. എന്നെ ഇന്ന് വരെ അമ്മാമ്മ എന്ന് ഞാൻ പറഞ്ഞു കൊടുക്കും, അമ്മാമ്മ എന്ന് വിളിച്ചിട്ടില്ല. അവർ സ്നേഹത്തോടെ ഷീജ എന്ന് മാത്രമേ വിളിച്ചിട്ടുള്ളൂ. അന്നും എന്നെ ഷീജ എന്നേ വിളിച്ചിട്ടുള്ളൂ. പിന്നെ കൈ വെച്ച് ആരും കണ്ടില്ലെങ്കിൽ ഒരു ഉമ്മ ഇങ്ങനെ തരും. അത് എനിക്ക് മാത്രമല്ല എല്ലാവർക്കും കൊടുക്കും. അറിഞ്ഞൂടാത്ത ആൾക്കാരെ കണ്ടാലും ആ കുഞ്ഞുമാവ കൊടുക്കും. ഇതെങ്ങനെയാണ് എടുത്തപ്പോൾ ഇങ്ങനെ ഇവർക്ക് ചെയ്യാൻ പറ്റി? ഇത് എത്ര ഇങ്ങനെ ധൈര്യം ഉണ്ടായി? ഇനി ഇതാരും ഇങ്ങനെ ചെയ്യരുത്. ഇതിൽ സമൂഹത്തിൽ ഇപ്പോൾ ഇത് തന്നെയല്ല ചെയ്തുകൊണ്ടിരിക്കണ. ഇവർ 1 വർഷം 2 വർഷം കഴിയുമ്പോൾ ഇവരെല്ലാം ഇറക്കി വിട്ടുകൊണ്ടിരിക്കുന്നു. അതെന്തിനിങ്ങനെ നടക്കണേ? അമ്മയ്ക്കും പങ്കുണ്ട്. അമ്മയ്ക്ക് തീർച്ചയായിട്ടും പങ്കുണ്ട്. ഏതായാലും ആ ചേച്ചി തുന്നിവെച്ച കുഞ്ഞു പാവാടയാണ്. സ്ഥിരമായി അവർ തമ്മിൽ വലിയ അടുപ്പമുണ്ടായിരുന്നു. ഒരമ്മയെപ്പോലുള്ള സ്നേഹം വാത്സല്യമൊക്കെ തന്നെ ഷീജ ചേച്ചി ആ കുഞ്ഞിനോടുണ്ടായിരുന്നു. പക്ഷേ ഈ പാവാട അണിഞ്ഞ് ഇവിടെ ഓടിക്കളിക്കാനൊന്നും അവൾ ഇനിയില്ല എന്നോർക്കുമ്പോൾ ഇവർക്കും വലിയ ദുഃഖമുണ്ട്, വേദനയുണ്ട്. ക്യാമറമാൻ സജീവ്കുമാറിനൊപ്പം AK സ്റ്റെഫിൻ, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.